ഏട്ടോ മോനെ, രംഗണ്ണൻ കാണിക്കൂ എന്ന് പറഞ്ഞാൽ കാണിക്കും. അടുത്തിടെ ഇറങ്ങിയ ആവേശം സിനിമയിലെ സൂപ്പർ ഹിറ്റായ ഡയലോഗ് പോലെ സുരേഷ് ഏട്ടൻ എടുക്കൂന്ന് പറഞ്ഞാൽ എടുക്കുമെന്ന് തൃശ്ശൂരുകാരോട് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി. ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന പഴംചൊല്ലുകളെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇത് ചരിത്ര മധുര പ്രതികാരം തന്നെയാണ്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും വാരി കുന്തം മെഷീൻ കണ്ണ്, ഒടുവിൽ പവനായി ശവമായി. ദേ നമ്മുടെ സുരേഷ് ഏട്ടൻ തൃശ്ശൂർ അങ്ങ് എടുത്തു. അത് 1-2 വോട്ടുകൾക്കൊന്നുമല്ല, 3/4 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് തൃശ്ശൂരുകാർ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നൽകിയത്. ഇനി നമ്മൾ എന്തു ചെയ്യും മല്ലയ്യ എന്നാണ് BJP ഒഴികെയുള്ള മുന്നണികൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപിക്ക് എതിരായുള്ള പ്രചാരണത്തിനുള്ള തിരിച്ചടിയാണ് തൃശ്ശൂരിലെ ഈ വൻ വിജയം എന്ന് നമുക്ക് പറയാം. കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഒന്നാകെ തൃശ്ശൂരിലേക്ക് ഉറ്റുനോക്കിയ സ്ഥിതിയായെന്ന് നമ്മുടെ BJP സ്ഥാനാർത്ഥിയും നടനുമായ കൃഷ്ണകുമാർ പറഞ്ഞത് വളരെ കറക്റ്റ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഹീറോയായി സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം, ഞാൻ അങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് വലിയ ഹിറ്റായിരുന്നു. തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതോടെ അത് പിന്നെ പലരും പലവട്ടം പരിഹാസമാക്കി എടുത്തടിച്ചു. എന്നാൽ ഒടുവിൽ തൃശൂർ അങ്ങ് എടുത്ത സുരേഷ് ഗോപി വിമർശകർക്ക് നല്ല ഒന്നാന്തരം രീതിയിൽ മറുപടി നൽകിയിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ മധുരമുള്ള വിജയമാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത്. നിയമസഭയിൽ കേരളത്തിൽ പൂട്ടിയ അക്കൗണ്ട് ലോക്സഭയിൽ തുറന്നെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയിലൂടെ BJP. ഇടതു കുത്തകയായ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങി തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട സുനിയേട്ടനെ തന്നെ ഇടതുപക്ഷം രംഗത്തിറക്കി. എങ്കിലും സുരേഷ് ഗോപിയുടെ മുന്നേറ്റത്തിന് മുന്നിൽ VS സുനിൽകുമാറും അടിയറവ് പറയേണ്ടി വന്നു. അതുപോലെ അപ്രത്യക്ഷിതമായി എത്തി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്ന് കരുതിയ മുരളീധരന് 3ാം സ്ഥാനത്ത് നിന്ന് മുന്നേറാൻ പോലും കഴിഞ്ഞില്ല. തൃശൂർ നിലവിലെ അവസ്ഥയിൽ ഇടതുപക്ഷവും UDFും ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. 1999 മുതൽ 2019 വരെയുള്ള തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഓരോ തവണയും UDFും LDFും മാറി മാറി ഭരിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. AC ജോസിൽ നിന്നും പിന്നീട് CK ചന്ദ്രപ്പൻ, PC ചാക്കോ, CN ജയദേവൻ, ഒടുവിൽ TN പ്രതാപനിൽ എത്തി നിൽക്കുന്ന തൃശൂർ. ഒരിക്കൽ UDF, പിന്നെ LDF, അത് 20 വർഷമായി അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവിടെയാണ് അപാരമായ ആത്മവിശ്വാസത്തോടെ വന്ന നടനും സ്വയം സേവകനുമായ സുരേഷ് ഗോപി വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. 2016 രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ച സുരേഷ് ഗോപി 2019 ആദ്യമായി ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എന്നാൽ അദ്ദേഹം 3 ലക്ഷം വോട്ടുകൾ അന്ന് നേടി. അത് BJPയെ 2014 നേടിയ 11.1% നിന്ന് 28.2% ഉയർത്താൻ സഹായിച്ചു. പരാജയം രുചിച്ചു എങ്കിലും വോട്ട് വർധന അദ്ദേഹത്തെ മോദിയുടെ പ്രിയങ്കരിൽ ഒരാളാക്കി മാറ്റി. അങ്ങനെ പാർട്ടി സുരേഷ് ഗോപിക്ക് രാജ്യസഭാംഗം നൽകി. 2022 അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം തൃശൂരിൽ പാർട്ടിയുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ മോദി വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനിടയിൽ 2021 നിയമസഭാ ഇലക്ഷനിലും സുരേഷ് ഗോപി തൃശൂരിൽ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു. തൃശൂർ പിടിക്കലായിരുന്നു ഇത്തവണ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. എന്ത് വില കൊടുത്തും ഒരു സീറ്റ് ഉറപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന ഒരു ഒളിയും മറയുമില്ലാതെ BJP നല്ല അന്തസ്സോടെ ആദ്യം മുതൽക്കേ വ്യക്തമാക്കിയിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ BJP ആരംഭിച്ചിരുന്നു. കരുവന്നൂർ പോലുള്ള പ്രധാന വിഷയങ്ങളിൽ തന്റേതായ നിലപാടുകളിലൂടെയും അഭിപ്രായ പ്രകടനത്തിലൂടെയും പദയാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ച തന്റെ സാന്നിധ്യം സുരേഷ് ഗോപി അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ജനുവരി മാസത്തിൽ 2 ആഴ്ചക്കിടെ 2 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ വന്നത് ദേശീയ മാധ്യമങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. BJP ദേശീയ നേതൃത്വം തന്നെ ഈ മണ്ഡലത്തെ എത്ര പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് അടിവരയിടുന്നതായിരുന്നു ഈ നീക്കങ്ങളൊക്കെയും.
അതിനു പിന്നാലെ ഏപ്രിലിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും മോദി എത്തുകയുണ്ടായി. തൃശൂർ ജില്ലയിലെ ജനസംഖ്യയുടെ 58% വരുന്ന ഹിന്ദു വോട്ടർമാരിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും ക്രിസ്ത്യൻ വോട്ടും തന്റേതാക്കാൻ സുരേഷ് ഗോപി അശ്രാന്തമായി പരിശ്രമിച്ചിരുന്നു. 20% വോട്ടർമാരുള്ള ക്രിസ്ത്യൻ വോട്ടർമാരെ ആകർഷിക്കാൻ ഈ വർഷം ആദ്യം BJPയുടെ കേരള ഘടകം സ്നേഹയാത്ര പരിപാടി സംഘടിപ്പിച്ചു. ഇക്കൊല്ലത്തെ തൃശൂർ പൂരം നടത്തിയ മോശം രീതിയും ആചാരങ്ങളിലെ പോലീസ് ഇടപെടലും രാഷ്ട്രീയ ചേരുതിരിവുമായി മാറിയത് തൃശൂരിലെ വോട്ടിനെ സ്വാധീനിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കെ സുരേഷ് ഗോപി നടത്തിയ ഒരു പരാമർശം, തൃശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് ഈ തൃശൂർ തരണം, തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന ആ ഒരു പ്രയോഗം ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ആക്ഷേപമായി മാറി. അണികൾ എടുത്തു പ്രയോഗിച്ച ആക്ഷേപിക്കുന്നതിനൊപ്പം തന്നെ പ്രമുഖ നേതാക്കൾ വരെ ഈ പ്രയോഗത്തിലൂടെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ അതിശക്തമായി ആക്ഷേപിച്ചു. കണക്കുകളില്ലാത്ത ടിക്ടോക്ക് വീഡിയോകളും ട്രോളുകളുമാണ് ഈ ഡയലോഗ് വെച്ച് അന്ന് ഉണ്ടായത്. പിന്നാലെ ട്രോളന്മാരുടെ ഒരു ഇഷ്ടതാരമായി സുരേഷ് ഗോപി മാറുകയുമുണ്ടായി. ഇത്തവണ വീണ്ടും മത്സരത്തിനിറങ്ങിയപ്പോൾ ഈ വാക്കുകൾ മാറ്റുവാൻ എന്നാൽ പാർട്ടി തയ്യാറല്ലായിരുന്നു. പിന്നാലെ സുരേഷ് ഗോപിയുടെ ഓരോ സംസാരത്തിലും തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമെടുത്ത് അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു ഓരോരുത്തരും. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞു തുടങ്ങിയ വിമർശനം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് വരെ എത്തി. പിന്നാലെ ലൂർദ് മാതാവിന് പൊൻകിരീടം സമ്മാനിച്ച വിഷയമെത്തി. കിരീടം അപ്പോൾ തന്നെ നിലത്തു വീണു എന്ന് കാണിച്ച് തുടങ്ങി ട്രോളുകൾ കിരീടത്തിൽ സ്വർണം പൂശിയതിന്റെ വിശ്വാസ്യതയെ വരെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് എത്തി. അപ്പോഴും അതിലൊന്നും പതറിപ്പോകാതെ തന്റെ വിശ്വാസം പ്രകാരം തന്നാൽ കഴിയുന്നതാണ് താൻ മാതാവിന് നൽകിയതെന്ന് പറഞ്ഞ് രാഷ്ട്രീയ അമ്പുകളെ മുനമ്പൊടിച്ചുകൊണ്ട് സുരേഷ് ഗോപി വിടുകയായിരുന്നു. പിന്നാലെ കലാമണ്ഡലം ഗോപിയുടെ ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദം വരുന്നു. അത് എതിരാളികൾക്ക് അവിടെയും പണിപാളി. അവിടെയും തീർന്നില്ല, പിന്നെയും വേട്ടയാടി സുരേഷ് ഗോപിക്കെതിരെയുള്ള രാഷ്ട്രീയ ഒളിയമ്പുകൾ. വിഷുവിന് അദ്ദേഹം കൈനീട്ടം നൽകിയതിനെയും വിമർശകർ വലിച്ചിട്ടു. സോഷ്യൽ മീഡിയ സജീവമായ ഇക്കാലത്ത് അതിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിച്ചും സുരേഷ് ഗോപിക്കെതിരെ പ്രതിയോഗികൾ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. മാനസികമായ ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതായി മാനസികമായ ആത്മവിശ്വാസം കെടുത്തുക എന്നതായിരുന്നു ഇത്തരം തന്ത്രങ്ങൾക്ക് പിന്നിൽ. എന്നാൽ തൃശൂരിലെ ജനങ്ങൾ അതിൽ നിന്ന് വേണ്ടതിനെ മാത്രമെടുത്ത് നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് മറ്റെല്ലാത്തിനെയും പാടെ തള്ളിക്കളഞ്ഞു എന്നതിന്റെ ഫലമാണ് ജനങ്ങളെ ദൈവമായി കാണുന്ന തങ്ങളുടെ സുരേഷ് ഗോപിയെ അവർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു കയറ്റിയത്. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. ആധികാരിക ജയത്തോടെ സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തുമ്പോൾ ഇനി സംസ്ഥാനം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃശൂരിലും പരിസരങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള നിരവധി പരസ്യ ബോർഡുകളിൽ പ്രധാനമന്ത്രി മോദിയുടെ ചിത്രത്തിലുണ്ടായ ഒരു അടിക്കുറിപ്പ്, തൃശൂരിൽ ഒരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഉറപ്പ്. വിശ്വസിക്കാം, അദ്ദേഹം ഒരു സ്വയം സേവകനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഭാരതം ഭദ്രം, വടക്കുംനാഥന്റെ ശക്തൻ തമ്പുരാന്റെ തട്ടകം ഭദ്രം.